ഹായ് ഹലോ നമസ്കാരം. ഒരു സൈക്കോ കഥ പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കഥ നടക്കുന്നത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വീട്ടിലാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണെന്ന് അറിയാമല്ലോ. സൈക്കോ അനലറ്റിക് തിയറിയുടെ ഉപജ്ഞാതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ആദ്യം കഥയിലേക്ക് പോവാം. കഥ നടക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. സിഗ്മണ്ട് ഫ്രോയിഡിന് 3 മക്കളാണുള്ളത്. ഇറ്റ്, ഈഗോ, സൂപ്പർ ഈഗോ. അങ്ങനെ 3 മക്കളും സിഗ്മണ്ട് ഫ്രോയിഡിനോട് പറയാണ്, പപ്പ നമുക്ക് നാളെ ഒരു ട്രിപ്പ് പോവാം. കുറേ നാളായാലും നമ്മൾ പുറത്തൊക്കെ പോയിട്ട്. അങ്ങനെ മക്കളുടെ നിർബന്ധ പ്രകാരം സിഗ്മണ്ട് ഫ്രോയിഡ് എന്ത് തീരുമാനിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ട്രിപ്പ് പോവാം. ട്രിപ്പ് പോവാനായിട്ട് മൂപ്പരൊരു വണ്ടിയൊക്കെ ഏൽപ്പിച്ചു. വണ്ടിയിൽ ഒരു ഡ്രൈവർ ഉണ്ട്, എന്തായാലും പോവല്ലേ, അപ്പോൾ ഭാര്യയും കൂടെ കൂട്ടി. അങ്ങനെ ഇതിനെയും ഈഗോയെയും സൂപ്പർ ഈഗോയ്ക്കും ഇരിക്കാനായിട്ട് 3 വിൻഡോ സീറ്റുകൾ സിഗ്മണ്ട് ഫ്രോയിഡ് സെലക്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഓരോരുത്തരെയും ഓരോ വിൻഡോ സീറ്റുകളിലായി ഫ്രോയിഡ് ഇരുത്തി. അതിനോടൊപ്പം തന്നെ ഓരോ സീറ്റിലും ഒരു 100 രൂപ പോക്കറ്റ് മണിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് മക്കൾക്ക് അറിയില്ലായിരുന്നു. ഇവര് ഓൾറെഡി ട്രിപ്പ് പോകുന്നതിന് മുന്നേ തന്നെ പോക്കറ്റ് മണി അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ അത് കൊടുത്തിരുന്നില്ല. സർപ്രൈസായി എന്ത് ചെയ്തു, ഓരോ സീറ്റിലും 100 രൂപ വെച്ചു. അങ്ങനെ ഈഗോയും ഇദ്ദും സൂപ്പർ ഈഗോയും ഒക്കെ യാത്ര തുടങ്ങി. വിൻഡോ സീറ്റിലിരുന്ന് അവർ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ ഏറ്റവും ആദ്യം ഇരുത്തിയിട്ടുള്ളത് ഇദ്ദിനെയായിരുന്നു. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറുമ്പനായിട്ടുള്ള ഒരു കുട്ടിയാണ് ഫ്രോയിഡിന്റെ ഇദ് എന്ന് പറയുന്നത്. അങ്ങനെ യാത്രയിലെ ഇടയ്ക്ക് കുറേ കാഴ്ചകൾ കാണുന്നുണ്ട്. ഇടയ്ക്ക് എപ്പോഴോ തൻ്റെ അപ്പുറത്തിരിക്കുന്ന 100 രൂപ ഇദ് കാണുകയാണ്. ഉടനെ തന്നെ അപ്പുറത്തേക്കൊക്കെ നോക്കി ആരും തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മൂപ്പർ എന്ത് ചെയ്തു, ആ 100 രൂപ പോക്കറ്റിൽ എടുത്തു വെച്ചു. അതാണ് ഒന്നാമത്തെ ആള്. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ആൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അത് നമ്മുടെ ഈഗോയാണ്. ഈഗോയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്. മൂപ്പരുടെ അപ്പുറത്തും ഫ്രോയിഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 100 രൂപ പോക്കറ്റ് മണി വെച്ചിട്ടുണ്ട്. അങ്ങനെ കാഴ്ച കണ്ടിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിടയ്ക്ക് ഈ 100 രൂപ ഈഗോയും കാണുന്നുണ്ട്. അങ്ങനെ മൂപ്പർ എന്ത് ചെയ്തു, 100 രൂപ കണ്ടു. അത് തൻ്റെ പൈസയല്ല എന്ന് ഈഗോയ്ക്ക് അറിയാം. കാരണം അച്ഛനോട് പൈസ ചോദിച്ചപ്പോൾ അച്ഛൻ പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ അത് എൻ്റെ പൈസയല്ല, അത് എടുക്കേണ്ട ഉത്തരവാദിത്വം അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് ഈഗോ വിചാരിക്കുകയാണ്. മൂപ്പർ അത് മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്തു, യാത്ര തുടർന്നു. ഇനി നമുക്ക് സൂപ്പർ ഈഗോയുടെ അടുത്തേക്ക് പോവാം. സൂപ്പർ ഈഗോയും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ആസ്വദിക്കുകയാണ്. അതിനിടയ്ക്കാണ് തൊട്ടപ്പുറത്ത് 100 രൂപ ഇരിക്കുന്നത് സൂപ്പർ ഈഗോയും കാണുന്നത്. സന്തോഷമായി. കാരണം എന്താണ്, യാത്രയാണ് പോകുന്നത്, വഴിക്ക് വെച്ച് എന്തെങ്കിലും ഐസ്ക്രീമോ മിഠായിയോ ഒക്കെ കാണുകയാണെങ്കിൽ വാങ്ങാനുള്ള പൈസയായി എന്ന് മൂപ്പര് വിചാരിച്ചു. പക്ഷേ സൂപ്പർ ഈഗോ എന്താണ്, തൻ്റെ പോക്കറ്റ് തപ്പി നോക്കി. ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇത് വേറെ ആരുടെയോ പൈസയാണ്, ഇതെടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല, വേറെ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചിട്ടുള്ള പൈസയായിരിക്കും എന്ന് സൂപ്പർ ഈഗോ മനസ്സിലാക്കുന്നു. ഉടനെ തന്നെ മൂപ്പര് ആ 100 രൂപ നോട്ട് എടുത്ത് തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ബാക്കിയുള്ള ആളുകളോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും പൈസയാണോ? അപ്പോൾ ഫ്രോയിഡ് പറഞ്ഞു, എൻ്റെ അല്ല. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയും പറഞ്ഞു എൻ്റെ അല്ല. ഇത് തന്നെ ആര് പറഞ്ഞു, ഇതാണെങ്കിലും ഈഗോയാണെങ്കിലും പറഞ്ഞു. ഒടുവിൽ സൂപ്പർ ഈഗോ ഡ്രൈവർ അങ്കിളുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ഈ 100 രൂപ നിങ്ങളുടെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഡ്രൈവർ പറഞ്ഞു, എൻ്റെ 100 രൂപയാണ്, ഇത് കുറച്ച് നേരത്തെ കളഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. സൂപ്പർ ഈഗോ ആ 100 രൂപ നോട്ട് എടുത്ത് ഡ്രൈവറിന് നൽകി. ഇതാണ് കഥ. ഈ 3 കുട്ടികളും ചെയ്യുന്ന കാര്യം ആര് കാണുന്നുണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്തറിയാം, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി അറിയാം അല്ലേ. അവിടെ നമുക്ക് സൈക്കോ അനലറ്റിക് തിയറിയെ 3 രീതിയിലാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഒന്ന്, വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം. മറ്റൊന്ന്, വ്യക്തിത്വത്തിന്റെ ഘടനയെ സംബന്ധിച്ച സിദ്ധാന്തം. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് തിയറിയാണ്. ഇതിലെ വ്യക്തിത്വത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആരെ കാണുന്നത്, ഇതിനെയും ഈഗോയെയും സൂപ്പർ ഈഗോയെയും കാണുന്നത്. ഇതിന്റെ സ്വഭാവം എന്തായിരുന്നു, സ്വന്തം സന്തോഷവും സുഖവും മാത്രമാണ് ഇത് നോക്കിയത്. ആ 100 രൂപ തൻ്റെയല്ല, അത് എടുക്കേണ്ട ആവശ്യം എനിക്കില്ല, ഈ വക കാര്യങ്ങളെ പറ്റി ഒന്നും ആര് ബോധേഡല്ല, ഇത് ബോധേഡല്ല. അവിടെ എനിക്ക് 100 രൂപ ആവശ്യമുണ്ട്, എനിക്ക് മിഠായി വാങ്ങണം, ഐസ് മേടിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് ഇത് നോക്കിയത്. ഇതാണ് ഇതിന്റെ സ്വഭാവം. ഇനി ഈഗോയുടെ അടുത്തേക്ക് വന്നപ്പോൾ നമ്മൾ എന്താ കണ്ടത്, മൂപ്പരൊരു റിയാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഇത് എൻ്റെ പൈസയല്ല, ആരുടെയോ പൈസയാണ്, ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് ആര് ചിന്തിച്ചത്, ഈഗോ ചിന്തിച്ചത്. ഇതാണ് ഈഗോയുടെ സ്വഭാവം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് സൂപ്പർ ഈഗോനെയാണ്.
സൂപ്പർ ഈഗോ ചെയ്തത് എന്താ, എൻ്റെ പൈസയല്ല എന്ന് എനിക്ക് മനസ്സിലായി, എനിക്കത് എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് വേറെ ആരോ എന്തോ ഒരു ആവശ്യത്തിന് വെച്ചിട്ടുള്ളതായിരിക്കും. മൂപ്പർ ഉടനെ തന്നെ എന്ത് ചെയ്തു, അതിൻ്റെ ശരിയായ ഓണറെ കണ്ടുപിടിച്ച് അത് അയാൾക്ക് തിരികെ ഏൽപ്പിച്ചു അല്ലെ. ഒരു ആദർശവാനായിരുന്നു ആര്, നമ്മുടെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സൽപ്പേരി രാമൻകുട്ടിയിലെ ജയറാമിന്റെ അതേ ഒരു സ്വഭാവമാണ് നമുക്ക് സൂപ്പർ ഈഗോയിൽ കാണാൻ പറ്റാം. ഒരു പുരുഷൻ പാലത്തെ കയറുന്നത് കണ്ടാൽ സൽപ്പേരുള്ള കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളാണെങ്കിൽ അവരെ ഇറങ്ങിത്തരണം. അതാണ് നാട്ടു നടപ്പ്. ഓ, ഞങ്ങൾ ഇത്തിരി സൽപ്പേര് കുറഞ്ഞ കുടുംബത്തിൽ പറഞ്ഞുപോയി. എന്തേ കാണിക്കുന്നേ? എന്റെ ഒന്ന് സൽപ്പേര് നശിപ്പിക്കാൻ നീയൊന്നും വളർന്നിട്ടില്ല. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരെയായിരിക്കണം, നമ്മുടെ മിസ്റ്റർ ബീനെ ആയിരിക്കണം. മിസ്റ്റർ ബീൻ എന്താണ്, മൂപ്പർക്ക് എപ്പോഴും സന്തോഷം വേണം, അതല്ലെങ്കിൽ മൂപ്പറുടെ സന്തോഷം മാത്രമാണ് മൂപ്പർ നോക്കിയിട്ടുള്ളത്. അപ്പം അതേ ഒരു സ്വഭാവം തന്നെയാണ് ഇതിലും കാണാൻ പറ്റുന്നത്. ഈ 3 കുട്ടികളും എവിടെയുണ്ട്, ഓരോ മനുഷ്യന്റെ ഉള്ളിലുമുണ്ട് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ഇതുണ്ട്, ഒരു ഈഗോ ഉണ്ട്, ഒരു സൂപ്പർ ഈഗോ ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചെറിയ കുട്ടികളെ പോലെ വാശി പിടിക്കാറുണ്ട്. അത് നമ്മുടെ ഉള്ളിലുള്ള ഇതിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ചില സമയത്ത് എന്താണ്, നമ്മൾ ഭയങ്കര മൊറാലിറ്റി ഉള്ള ഒരാളായിട്ട് തോന്നും അല്ലെ. അതെന്താണ്, നമ്മുടെ ഉള്ളിൽ ഒരു സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഈ 3 കുട്ടികളെയും നിങ്ങൾ ശ്രദ്ധിച്ചു പുറത്തെടുക്കുക. നിങ്ങളുടെ തന്നെ ബിഹേവിയർ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. ഇതുപോലുള്ള സൈക്കോ കഥകളുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.